ആഴ്ച നീണ്ട രാഷ്ട്രീയ ഉദ്വേഗത്തിനൊടുവിൽ കോൺഗ്രസ് വിമതന്റെ പിന്തുണയോടെ LDF കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പിടിച്ചു. സുമ ബാലകൃഷ്ണനെ മേയർ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന PK രാഗേഷിന്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളിയതാണ് നിർണായകമായത്. ഡെപ്യൂട്ടി മേയറായി ലീഗ് പ്രതിനിധി C സമീറിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. എഴുതിത്തള്ളിയവൻ സടകുടഞ്ഞെഴുന്നേറ്റപ്പോൾ കോൺഗ്രസും UDFും തളർന്നു. 7-ാം തീയതി മുതൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾക്ക് ഇന്ന് 7:30 പുലർച്ചയ്ക്ക് അവസാന കർട്ടൻ ഉയർന്നു. പ്രവർത്തകർക്കൊപ്പം വിമതന്റെ മനസ്സ് ഇടത്തേക്ക് ചായ്ഞ്ഞപ്പോൾ കോൺഗ്രസുകാർ വിളി തുടങ്ങി. എല്ലാം മറക്കാൻ തയ്യാറായ രാഗേഷിന് പക്ഷേ സുമാ ബാലകൃഷ്ണനോട് മാത്രം വിട്ടുവീഴ്ചയില്ലായിരുന്നു. സുമാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ എന്റെ വോട്ട് LDFന് ചെയ്യുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് ഹാളിലും തുടർന്ന പിരിമുറുക്കത്തിനൊടുവിൽ അത് സംഭവിച്ചു. PK രാഗേഷിന്റെ വോട്ടോടെ EP ലത കണ്ണൂർ മേയറായി. PK രാഗേഷ്, EP ലത. ഇത് ജനാധിപത്യത്തിന്റെ ജയമാണെന്ന് പറഞ്ഞ മേയർ ലത രാഗേഷിന് നന്ദിയും രേഖപ്പെടുത്തി. കണ്ണൂരിലെ വിജയം LDF ആഗ്രഹിച്ച വിജയം മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും അഭിവാദ്യം ചെയ്യുന്നു, നന്ദി പറയുന്നു. അതോടൊപ്പം PK രാഗേഷിനും നന്ദി. ആഘോഷം അലയടിക്കുന്നതിനിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് PK രാഗേഷിനെ ഇടത് ക്യാമ്പ് സ്വാഗതം ചെയ്തു. ക്ഷണം നന്ദിയോടെ നിരസിച്ച രാഗേഷ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് വീണ്ടും പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചു. ഒടുവിൽ നറുക്കു വീണത് UDFിലെ C സമീറിന്. ജനങ്ങൾ ഇരുഭാഗവും ഒരുപോലെ തെരഞ്ഞെടുത്ത കോർപ്പറേഷനിൽ UDFന് തെല്ലാശ്വാസം. സസ്പെൻസ് തീർന്നു. പ്രതീക്ഷിച്ചവർ പ്രതിപക്ഷത്തായപ്പോൾ LDFനിത് ചരിത്രം. എന്നാൽ ഡെപ്യൂട്ടി മേയറിൽ തീരില്ല കോൺഗ്രസിലെയും UDFിലെയും തർക്കം. രമേശ് ചെറുവേഷ്കൊപ്പം കണ്ണൂരിൽ നിന്നും K ശശീന്ദ്രൻ, റിപ്പോർട്ടർ.